ചൈനയുടെ ഗേറ്റാണ്. ഈ റോഡ് ഇന്ത്യയുടെ റോഡാണ്. മറ്റേ ഇന്ത്യയുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ റോഡാണ് വന്നിവിടെ തീരുന്നത്. ഈ കാണുന്ന പച്ച നിറത്തിലുള്ള ഇത് ചൈനയുടെ ഗേറ്റാണ്. ഈ ഗേറ്റ് കടന്നാണ് ചൈനയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ആ ഗേറ്റ് അവിടെ വെച്ച് ഇന്ത്യയുടെ പ്രദേശം അവിടെ തീരുകയാണ്. ആ വേലി കാണുന്നത്, ഇരുമ്പ് വേലി കാണുന്നത് ചൈനയുടെ പ്രദേശമാണ്. അതുപോലെ തന്നെ ഈ കെട്ടിടം അത് ചൈനയുടേതാണ്. ഓഫീസ് ഓഫ് ഇന്റർനാഷണൽ മെയിൽ എക്സ്ചേഞ്ച്, അത് ചൈനീസ് ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ചൈനയുടെ പ്രദേശമാണ്. മുകളിലേക്ക് കാണുന്ന രണ്ട് ടവറുകളും ചൈനയുടെ ടവറുകളാണ്. ഉയരങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ പ്രദേശങ്ങൾ മുഴുവൻ അവർക്ക് കാണാനാവും. അതുപോലെ തന്നെ ഈ മലയുടെ മുകളിൽ നിന്ന് ഇന്ത്യക്ക് ചൈനയുടെ പ്രദേശങ്ങളൊക്കെ കാണാനാവും. വെരി സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രദേശമാണ്. ഈ വേലി കഴിഞ്ഞാൽ അങ്ങോട്ട് കാണുന്ന പ്രദേശം ചൈനയുടെ പ്രദേശമാണ്. 1967 ഇന്ത്യ ചൈന സൈന്യം ഏറ്റുമുട്ടിയത് ഈ പ്രദേശത്ത് വെച്ചാണ്. ഇന്ത്യയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിൽ ഇന്ത്യൻ സേന ചെറുത്തുനിന്ന പ്രദേശമാണ്. ഇങ്ങോട്ട് കടന്നു വരാതെ ഇന്ത്യയുടെ സോൾജേഴ്സ് ചെറുത്ത് നിർത്തിയ ഒരു പ്രദേശമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. 1975 വരെ ഇത് സിക്കിമിന്റെ ഭാഗമായിട്ട് അറിയപ്പെട്ടു. 75 സിക്കിം എന്ന സംസ്ഥാനം രൂപം കൊണ്ടത് ഇന്ത്യയുടെ ഭാഗമായി തീർന്നു. അതുവരെ സിക്കിം രാജ്യഭരണത്തിലായിരുന്നു. ഈ സിക്കിം ചൈന ആഗ്രഹിച്ച പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യ ഒരു തരത്തിലും അത് സമ്മതിക്കില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രദേശമായി അറിയപ്പെടുന്നു. അപ്പോൾ തന്നെ കേണൽ റായ് സിംഗ് തുടങ്ങിയിട്ടുള്ള വലിയ ഹീറോസ്, ഇന്ത്യക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ള വലിയ നായകന്മാർ, സൈന്യത്തിലെ നായകന്മാർ കേന്ദ്രമായി അറിയപ്പെടുന്ന പ്രദേശം ഇന്ത്യയാണ്.